ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച, കൊല്ലവർഷം 1200-ാം ആണ്ട്, ധനുമാസം 13-ാം തീയതി രാത്രി 11:36 ശുക്രൻ മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രന്റെ മിത്രഗ്രഹമായ ശനിയുടെ രാശികളാണ് മകരം, കുംഭം രാശികൾ. ശുക്രന്റെ ഈ രാശി മാറ്റം കൊണ്ട് ശുക്രൻ നൽകുന്നതായ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന 9 രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ പറയുന്നു. ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ യുവതീ യുവാക്കൾക്ക് ദുർഗാദേവി കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹം എന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകും. അതുപോലെ സന്താനഭാഗ്യത്തിനായി വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താനഭാഗ്യവും ഉണ്ടാകുന്നതാണ്. സ്വന്തമായി ഭൂമി, വീട്, വാഹനം എന്നിവകൾ വാങ്ങുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകും. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തൊഴിൽ എന്ന സ്വപ്നവുമായി നടന്നിരുന്നവർക്ക് അത് വന്നു ചേരുകയും തൊഴിലിനു വേണ്ടി വിദേശങ്ങളിലേക്കും മറ്റും പോകാൻ തയ്യാറെടുത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരുകയും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പലവിധങ്ങളായ അസ്വസ്ഥതകളും അലട്ടിയിരുന്നവർക്ക് അതൊക്കെ പാടെ മാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബ അന്തരീക്ഷം സംജാതമാകും. എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്കാവശ്യമായ സർവ്വകാര്യങ്ങളും ശുക്രന്റെ സഞ്ചാരഫലമായി ലഭ്യമാകുന്നു. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ തന്റെ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ജാതകർക്കും ശുക്രൻ സമ്പത്തും സമൃദ്ധിയും നല്ല ചേർച്ചയുള്ള ജീവിത പങ്കാളികളെയും സൽസന്താനങ്ങളെയും ഭൂമി, വീട്, വാഹനങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവസ്ഥിതനായ ശുക്രൻ ജാതകർക്ക് നൽകുന്നതാണ്. ശുക്രന്റെ കുംഭം രാശിയിലേക്കുള്ള വരവോടുകൂടി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിന്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവമായ സ്വാഗതം. ആദ്യമായി കുംഭം രാശി നക്ഷത്രക്കാരായ അവിട്ടം 3, 4, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദക്കാരായ നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മഭാവത്തിലേക്ക് വരികയാൽ വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ശനി കുംഭം രാശിയിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. ജനന സമയം ശനി സ്വക്ഷേത്രങ്ങളിലോ ബന്ധുക്ഷേത്രങ്ങളിലോ തുടങ്ങിയ ശുഭസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജാതകർക്ക് ശനി നൽകുന്നതായ നിരവധിയായ ശുഭ അനുഭവങ്ങളോടൊപ്പം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് ധാരാളം ധനധാന്യ സമ്പത്തുകൾ വന്നു ചേരുകയും സ്വന്തമായി വീടും ഭൂമിയും ഒക്കെ വാങ്ങാനായി തയ്യാറെടുത്ത് കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാണ് വരാൻ വേണ്ടി പോകുന്നത്. വിദേശത്തും സ്വദേശത്തുമൊക്കെയായി നല്ല ഒരു തൊഴിലിനായി കാത്തിരുന്നവർക്ക് തൊഴിൽ ലഭ്യമാകുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികളിലും മറ്റും അകപ്പെട്ട് വലിയ തോതിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും. പൂർവികമായി ലഭിക്കേണ്ടിയിരുന്ന കുടുംബ സ്വത്തുക്കൾ തടസ്സങ്ങളെല്ലാം മാറി കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ അസ്വസ്ഥതകളും സമാധാനമില്ലായ്മയും മറ്റും മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിവാഹങ്ങൾ മാറി മാറി പോയിരുന്നവർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും. തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ നേരം ഇരുട്ടി വെളുക്കുന്നതിനിടയിൽ സാമ്പത്തിക നിലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ കുംഭക്കൂറുകാർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ സാധ്യമാകുന്നതാണ്. ദേവി ക്ഷേത്ര ദർശനത്തോടൊപ്പം ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും അനുകൂല ഫലങ്ങളുടെ പുഷ്ടിക്കും വിപരീത ഫലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയുമായ നക്ഷത്രക്കാർക്ക് ശുക്രൻ 12-ാം ഭാവത്തിലേക്ക് വന്നെത്തുകയാണ്. സ്വന്തം തൊഴിലുകളുടെ ധാരാളമായ ലഭ്യതയും മറ്റ് വരുമാന മാർഗങ്ങളിൽ നിന്നും മറ്റുമായി മെച്ചപ്പെട്ട വരുമാന വർധനവും ഉണ്ടാകും. വളരെ വലിയ സമ്പാദ്യങ്ങൾ ലക്ഷ്യമിട്ട് ഭാവിയിലേക്ക് കരുതി വയ്ക്കുകയും മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ചിലതൊക്കെ തിരികെ പിടിക്കാൻ കഴിയുന്നതുമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും സാഫല്യമുണ്ടാകും.
തൊഴിൽ രംഗത്ത് നല്ല മികവ് പുലർത്താൻ സാധിക്കും. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തന രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്കും പ്രമോഷനുകളും ഉയർന്ന സ്ഥാന കയറ്റങ്ങളും മറ്റും ലഭ്യമാകും. രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് നല്ല ആരോഗ്യവും ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകളിൽപ്പെട്ട് വലഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് മോചനവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. ഭൂമി, വീട്, വാഹനം എന്നിങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് കാത്തിരുന്നവർക്ക് സ്വപ്ന സാഫല്യം ഉണ്ടാകുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നു ചേരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലെ ദുരവസ്ഥകളെല്ലാം മാറ്റിമറിക്കുവാൻ പോരുന്നതായിരിക്കും. ജനന സമയം ശുക്രൻ ബലവാനായി സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് ഗുണഫലങ്ങളുടെ ഒരു കുത്തൊഴുക്കു തന്നെ അനുഭവങ്ങൾ ആകുന്നതാണ്. ദേവീക്ഷേത്ര ദർശനത്തോടൊപ്പം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഗുണഫലങ്ങളുടെ പുഷ്ടിക്കും വിപരീത ഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ ലാഭഭാവമായ 11ാം ഭാവത്തിലേക്ക് വരുന്നു. തൊടുന്നതെല്ലാം ലാഭത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഗ്രഹവുമാണ് ശുക്രൻ. വരാൻ പോകുന്ന ദിവസങ്ങൾ ഗുണഫലങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും. പലവിധങ്ങളായ വരുമാന മാർഗങ്ങളിൽ നിന്നായി ധാരാളം അർത്ഥലാഭങ്ങളും ധനലാഭങ്ങളും വന്നു ചേരുകയും സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. വളരെ നാളായി വച്ചു പുലർത്തിയിരുന്ന സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. മനസ്സിലാഗ്രഹിക്കുന്ന ഒട്ടുമുക്ക കാര്യങ്ങൾക്കും ആഗ്രഹ സാഫല്യമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് വളരെ വലിയ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ്. ദീർഘനാളായി വിവാഹത്തിന് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും. തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് വന്നു ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സാധിക്കും. ദേവീക്ഷേത്ര ദർശനത്തോടൊപ്പം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഗുണഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭ ഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം നക്ഷത്രം 3, 4 പാദക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദം നക്ഷത്രം 1, 2, 3 പാദക്കാരുമായ നക്ഷത്രക്കാർക്ക് ശുക്രൻ തന്റെ ഇഷ്ടഭാവത്തിലേക്കും മിഥുനക്കൂറുകാരുടെ ഭാഗ്യഭാവത്തിലേക്കും വന്നു ചേരുന്നു. ഈ കാലത്ത് ഏർപ്പെടുന്ന എല്ലാ ഇടപാടുകളിൽ നിന്നും വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകും. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും സാഫല്യങ്ങൾ ഉണ്ടാകും. ദുർഗാദേവി ഭാഗ്യദേവതയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകും. ഏറെ നാളായി വിവാഹത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരുന്നവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ജീവിത പങ്കാളി വളരെ വലിയ ഭാഗ്യവുമായി ജീവിതത്തിലേക്ക് കടന്നുവരും. ജനനസമയം ഇടവം, തുലാം, മീനം തുടങ്ങിയ ഇഷ്ടരാശികളിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് മേൽപ്പറഞ്ഞ എല്ലാ ഗുണഫലങ്ങളും പൂർണ്ണമായും ലഭ്യമാകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമായിരിക്കും. അടുത്തതായി കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം, 4ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് ശുക്രൻ തന്റെ ഇഷ്ടഭാവമായ 8ാം ഇടത്തേക്ക് വരുന്നു. വിദേശത്തും സ്വദേശത്തുമായി തൊഴിലുകളിലും ബിസിനസ്സുകളിലും മറ്റും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ വരുമാന വർധനയും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. രോഗികളായിരുന്നവർക്ക് രോഗശമനവും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരവും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികൾ ഉണ്ടാകുകയും നഷ്ടപരിഹാര ലഭ്യതകളും ഉണ്ടാകും. പലവിധ അസ്വസ്ഥതകളിൽപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ കുലച്ചിൽ തട്ടിയിരുന്നവർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുകയും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും കഴിയുന്നതാണ്. വളരെ കാലമായി വിവാഹത്തിനായി ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് വിവാഹ സ്വപ്നത്തിന് സാക്ഷാത്കാരമാകും. ജീവിതത്തിലേക്ക് നല്ല പങ്കാളി കടന്നുവരും. നല്ല ചില ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി, വിശാഖം 1, 2, 3 പാദക്കാർക്കും ശുക്രൻ തന്റെ ഇഷ്ടസ്ഥാനങ്ങളിലൊന്നായ 5ാം ഇടത്തേക്ക് എത്തുന്നു. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ സ്ഥാനലാഭങ്ങളും പ്രമോഷനുകളും മറ്റും ഉണ്ടാകുകയും അതുവഴി വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. രോഗശയ്യയിലായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും.
ശത്രുക്കൾ മിത്രങ്ങളാകുകയും ശത്രുക്കൾ നശിക്കുകയും ചെയ്യും. കോടതികളിലും മറ്റും നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലഭ്യതകളും ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ച കൺകുളിർക്ക കാണാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും മറ്റും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും. ദീർഘനാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ നടപ്പിലാകുകയും ചെയ്യും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏവരെയും ഏറെ സഹായിക്കുന്നതാണ്. അടുത്തതായി വൃശ്ചികം, ധനു, മകരം എന്നീ രാശി നക്ഷത്രക്കാരായ വിശാഖം, നാലാം പാദം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളിലും പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ തന്റെ ഇഷ്ടഭാവങ്ങളായ 4, 3, 2 എന്നീ ഭാവങ്ങളിലേക്ക് എത്തുകയാണ്. ഈ കാലത്ത് ധനധാന്യങ്ങളുടെ ലാഭാദി അനുഭവങ്ങളും ഉദ്യോഗസ്ഥരായവർക്കും മറ്റും സർക്കാരിൽ നിന്ന് ചില ബഹുമതികളും മറ്റും ലഭ്യമാകുകയും കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറി സ്വസ്ഥതയും സമാധാനവും കൈവരുകയും മകരക്കൂറുകാർക്കും സ്ഥാനമാനങ്ങളുടെ ലാഭവും ധനലാഭാദി അനുഭവങ്ങളും ധനുക്കൂറു നക്ഷത്രക്കാർക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അനുകൂല സമീപനങ്ങളും സഹായ സഹകരണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും വൃശ്ചികക്കൂറ് നക്ഷത്രക്കാർക്കും അനുഭവം ആകുന്നതാണ്. മേൽപ്പറഞ്ഞതായ ഗുണഫലങ്ങൾ ശുക്രൻ തന്റെ സ്വക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ഉച്ചക്ഷേത്രമായ മീനത്തിലോ ജനന സമയം സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് പൂർണ്ണമായ തോതിലും മറ്റ് ഇഷ്ടസ്ഥാനങ്ങളിലായി ശുക്രൻ സ്ഥിതി ചെയ്യുന്ന ജാതകർക്ക് ഭാഗികമായ തോതിലും അനുഭവം ആകുന്നതാണ്. ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെടാതെ പോയ ഇടവം, ചിങ്ങം, കന്നി എന്നീ രാശി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സമയം അനുകൂലമല്ലെന്നും പുതിയ സംരംഭങ്ങളും മറ്റും തുടങ്ങുന്നതിനും മറ്റും ഉചിതമായ സമയത്തിന് ഒരൽപ്പം കൂടി കാത്തിരിക്കുവാൻ ക്ഷമ കാണിക്കാൻ കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം, മോഹനൻ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.